നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒടുവിൽ മഹുവ മൊയ്ത്രയും കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് BJP-യിലേക്ക് എത്തുന്നു എന്നാണ് പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മഹുവ മൊയ്ത്ര അങ്ങനെ BJP-യിലേക്ക് ചേരുമോ? അവർ അതിൻ്റെ പേരിൽ അനുഭവിച്ച യാതനകൾ എന്തൊക്കെയാണ്? അവർക്ക് ലോക്സഭാ സ്ഥാനം വരെ തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തെറിപ്പിച്ച സ്പീക്കറുടെ പേര് ഓം ബിർള എന്നാണ്. ആ ഓം ബിർളയുടെ മുഖത്ത് തന്നെ നോക്കി തന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ കൃഷ്ണനഗറിലെ ജനങ്ങൾ വീണ്ടും മികവാർന്ന ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുത്തു, സ്പീക്കറേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് സ്പീക്കറുടെ മുഖത്ത് നോക്കി ചിരിച്ച് നിർലോഭം ഭയമില്ലാതെ പറഞ്ഞ വ്യക്തിയുടെ പേരാണ് മഹുവ മൊയ്ത്ര. അവരൊരു ബാങ്കറാണ്, അവരൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് കൂടിയായിരുന്ന വ്യക്തിയാണ്. വിദേശത്തെ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച വ്യക്തി. അവർ കോൺഗ്രസിലൂടെ, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസ് ബ്രിഗേഡിലൂടെ വളർന്നു വന്ന നേതാവാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ അംഗത്വം നേടിയെടുത്ത് 2 തവണ കൃഷ്ണനഗറിലും 1 തവണ MLA ഒക്കെ ആയി എന്നത് അവരുടെ ലെജിസ്ലേറ്റീവ് കരിയറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പൊൻതൂവലായിരിക്കും. പക്ഷേ 4 വോട്ടിനും 2 സീറ്റിനും വേണ്ടി തൻ്റെ ആദർശം ആരുടെയും മുന്നിൽ പണയം വെക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് മഹുവ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിലെ പഴയ നേതാവായിരുന്ന, ബംഗാളിൽ BJP-ക്ക് അധികാരമുണ്ടാക്കി കൊടുക്കാൻ നെടുന്തൂണായി നിന്ന സുവേദു അധികാരി ഒരു കാലത്ത് തൻ്റെ ഏറ്റവും മികച്ച സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നുവെന്നും താൻ വിഷണ്ണയായിരുന്ന സമയത്തൊക്കെ സുവേദുവിൻ്റെ ആശ്വാസവാക്കുകൾ വളരെ സമാധാനിപ്പിക്കുന്ന വാക്കുകളായി മാറിയിരുന്നു എന്നും ഒക്കെയുള്ള അഭിമുഖത്തെ വളച്ചൊടിച്ചതിനെക്കുറിച്ച് പ്രസ്താവന പറയുകയായിരുന്നു. മമതാ ബാനർജിയും സൈനി ഘോഷും മഹുവയും കല്യാൺ ബാനർജിയും ഒക്കെ മാത്രമാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് പോകാതെ അവശേഷിക്കുന്ന ആളുകളെന്ന് പറഞ്ഞ് കളിയാക്കുന്നവർക്ക് കൊടുത്ത കൃത്യമായ ഒരു മറുപടിയായി വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. ഇതിനെക്കുറിച്ച് നമുക്ക് പറയുകയും ചെയ്യാം. ചില നേതാക്കളൊക്കെ BJP-യിൽ ഇരുന്ന പ്രധാനികളായിട്ടുള്ള നേതാക്കൾ, അതിനകത്ത് സുവേദുവിനെ തന്നെ പറയട്ടെ, നേതാക്കളെക്കുറിച്ച് മോശമായി പറയുന്നില്ല എന്ന് കരുതി അതിനർത്ഥം സുവേദു അധികാരി ഉൾപ്പെടെയുള്ള നേതാക്കളെക്കുറിച്ച് മോശമായി പറയുന്നില്ല എന്ന് കരുതി അതിനർത്ഥം ഇവരൊക്കെ ഉടനെ സംഘപരിവാറുമായ ആഭിമുഖ്യം പുലർത്തിക്കളയും എന്നതാണ്. തെറ്റായ രീതിയിൽ വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ ഗോദി മീഡിയ നേതാക്കൾ വളരെയധികം പണിപ്പെടുകയാണ്. ഗോദി മീഡിയയുടെ ലക്ഷ്യങ്ങളൊന്നും വില പോകില്ല എന്ന് സൈനി ഘോഷ് മാധ്യമങ്ങൾക്ക് ചുരുക്കം ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. മമതാ ബാനർജി തിരികെ 10 മടങ്ങ് ശക്തിയോടെ കോൺഗ്രസിനെ ബംഗാളിൽ അടിത്തറവാകാൻ സഹായിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസിൻ്റെ അധ്യായം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഇന്ത്യ മുന്നണി ശക്തി പ്രാപിക്കും. ഈ രാജ്യത്ത് സംഘപരിവാറിനെ ആട്ടി ഓടിക്കുന്ന കാലം വിദൂരമല്ല എന്നും മഹുവ മൊയ്ത്ര വീണ്ടും പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നു.